ഇവിടെ കിടന്ന ഓർമ്മ എനിക്കറിയത്തില്ല. എത്ര വർഷമായി. ഇവിടെ ആരാ ഉള്ളത്? അത് നമുക്ക് ചെല്ലാം. അമ്മയ്ക്ക് പ്രായമായി. അമ്മയ്ക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇല്ലേ? ആ, എന്നാലും ചെന്ന് നോക്ക്. ഞാനിവിടെ തന്നെ പോലും വന്നിട്ടില്ല, ഒന്ന് പോലും. ആര് പറഞ്ഞു? ഇവിടെ വന്നിട്ട് വണ്ടി കേട്ടാ കിടക്കും. എൻ്റെ വണ്ടി കിടക്കുന്നു. ആളുകളൊക്കെ അടച്ച് കൂട്ടിയിരിക്കാം. നിങ്ങളുടെ വീട്ടിലെല്ലാം അയ്യോ ചെരുപ്പാണെങ്കിൽ എൻ്റെ ചെരുപ്പ് ഇവിടെ വെച്ചേക്കാം. ഒരു ചെരുപ്പ് ഞാൻ പോയിക്കോട്ടെ. അയ്യോ വരില്ലേ? ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഉറങ്ങി. അവരെ വിളി. ഉറക്കത്തിലാ. ഒരു കിടന്ന് ഉറങ്ങാന്ന് തോന്നുന്നു. അമ്മയൊക്കെ കിടന്നോ? ആരാ ഇതാരാ? ഏത് വിടാമേ? അറിയോ? എത്ര നാളായി? ഇതാരാമേ? ആ ചേച്ചി ഇവിടെ ഉള്ളത്. നാളായോ? മനസ്സിലായോ? ഞാൻ ഇന്നലെ അമ്മച്ചെടുത്ത് വന്നായിരുന്നല്ലോ. ഇന്നലെയോ? ഞാനിപ്പോ ഓർമ്മയില്ലാഞ്ഞിട്ടാ. കുറച്ചുകൂടി ഉണ്ടായിരുന്നോ? കിടക്കണ മാനെ നേരെ ഒത്തിരി ആയില്ലേ? ഒന്ന് വൈകുന്നാൾ വേറെ ഉള്ളൂ. അമ്മയുടെ ചേട്ടത്തിന് കെട്ടിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചേട്ടത്തിനെ കെട്ടിച്ചേക്കണ വീടാന്നാ പറഞ്ഞത്. ആ ഞാൻ വന്നപ്പോൾ ഞാനങ്ങ് പോവാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അമ്മയുടെ ചേട്ടത്തിനെ കെട്ടിച്ച് വിടാന്നല്ല പറഞ്ഞത്. എനിക്കൊന്നും തിരിയണില്ല. അമ്മയുടെ രണ്ടാമത്തെ ചേട്ടത്തിനെ കെട്ടിച്ച് വിടാന്നല്ല പറഞ്ഞത്. ഞാൻ പോവാട്ടോ. അവിടെ നിന്നോ. പോവാണോ? ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആളുണ്ടല്ലോ. ഇവിടെ ആളുണ്ടല്ലോ. ഇവിടെ ആളുണ്ടല്ലോ എന്ന് നോക്കാൻ. അതുകൊണ്ട് ഞാൻ പോവാന്ന്. കുളിക്കാനോ? നോക്കാൻ. ആ പൊക്കോട്ടെ. പോക്കോ. വരുമോ അങ്ങോട്ട്? അതെ, ഇവിടെ കിടക്കുവാണോ? ഇവിടെ കിടക്കുവാണോ? എവിടെയാ? ഇവിടെ 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 എവിടെയെങ്കിലും കിടക്കണം. എന്നാ കിടന്നോട്ടാ. എല്ലാരും കഴിഞ്ഞ് വന്നാ മതി. ഇതെല്ലാം അവരുടെ വീടല്ലേ? ആരെവിടാ? ആരെവിടാ? എന്റെ മകന്റെ വീടല്ലേ? ഏത് മകന്റെ? ഏത് മകന്റെ? ആ എനിക്കറിയത്തില്ല. എനിക്ക് എത്ര മക്കളുണ്ട്, എത്ര ആമക്കൾ? ആ അല്ല ആരെ വീടാ ഇത്? 6-7 പേരുണ്ട്. അത്ര പേരുണ്ടോ? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഒന്ന് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ അത്ര മക്കളുണ്ടെന്ന്. നിങ്ങൾ വരാൻ ആരുടെ കുഴപ്പം? ആ ഞങ്ങളുടെ കുഴപ്പം കണ്ടാണോ? നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ കിടന്നു. ഞാൻ എൻ്റെ വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് അവിടെ ആളും ഇഷ്ടം പോലെ ഉണ്ട്. ആ അല്ല 8 പേരുണ്ടെന്നാ ഉണ്ടോ അവിടെ? ആ ഇപ്പൊ ആളെല്ലാം കുറഞ്ഞു പോയില്ലേ? ആണോ? പിന്നെ കൊച്ചുങ്ങളായാലും കുറഞ്ഞു, വലിയവരായാലും കുറഞ്ഞു. ഇങ്ങോട്ട് അതിൻ്റെ കൊച്ചുങ്ങളായാലും കുറഞ്ഞു. ഈശോ നോക്കിയിരിക്കണം. ഈശോ നോക്കിയിരിക്കണം അല്ലേ? ഈശോ ഇങ്ങോട്ട് നോക്കിയിരിക്കുക, അമ്മയ്ക്കോട്ട് നോക്കിയിരിക്കുക. അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നോണ്ടല്ലേ? മുഖത്തല്ല ഇരിക്കണേ. അത് പൊതി കെട്ടി വെച്ചിരിക്കുന്ന പൊതി അഴിക്കാത്തതാന്നേ. ഈശോ അല്ല, മാതാവിൻ്റെ അല്ലേ? അത് മറ്റേ ഇത് കൂട്ട് കവർ അഴിക്കാത്തോണ്ടാ. കവറേ പ്ലാസ്റ്റിക് അഴിച്ചു കളയാത്തോണ്ടാ. പ്ലാസ്റ്റിക് ഇട്ടിച്ചേക്കണ അഴിക്കാത്തോണ്ടാ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. കേക്കാണ് കേക്ക്. എഞ്ചിലെന്തി അവിടെ എല്ലാം വീഴ്ത്ത പിടിച്ചിടും. ഏതുമാൻ്റെ വീടാമേ? ഏത് മകന്റെ വീടാ? ഏത് മകന്റെ വീടാ? എനിക്കെല്ലാം മക്കളാ. ആ അതെ. അതുപോലെ മറ്റുള്ള മക്കളാ. അവള് പോവാന്ന്. അവരൊക്കെ നേരത്തെ ഉള്ള മക്കളാണ്. അനുസരിച്ചുള്ള സാധനമുണ്ട്. ആ നീ 3 മക്കളായോ ദിവസമായോ?
ആണോ? ചെയ്യുന്നവരെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ട് പോകും. അവനങ്ങ് ജോലി ഉണ്ടാക്കും. എന്ന് ജോലി? എന്ന് ജോലി? ഇതാരാ അത്? അപ്പോൾ ഞാൻ കിടന്നാണോ? കിടന്നുറങ്ങിയ ഇല്ല, ഇത് കിടക്കാറായില്ലേ? കിടക്കാൻ ഉച്ചനേരല്ലേ? നീ കിടക്കണ്ടേ? ഒന്നുറങ്ങാനുള്ള നേരമില്ല. ഇത് പകലല്ലേ? പകലല്ലേ ഇത്? സമയം എന്നായി? സമയം 2:30, 2:45. ഈശോ നോക്കിയിട്ടാണ്. ഉം. ഈശോ നോക്കി പാടി. ആ, ഈശോ അമ്മക്കേട്ടാ നോക്കിയിരിക്കുന്നത്. ഏഹ് അമ്മക്കേട്ട് നോക്കിയിരിക്കുന്നതാണ്. അതിലില്ലാത്ത ആൾക്കാരെ കണ്ട് ഈശോ നോക്കാം. പതിവില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടാ? അല്ല, പതിവില്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് ഈശോ നോക്കുമോ അത്? മതിയോടെ ഒരു കഷ്ണം കൂടെ എടുത്തോ. ഇത് മതിയോടെ നിങ്ങൾ തയ്ക്കും. ഒരു കഷ്ണം കൂടെ എടുത്തോ. മതി. വേണം. ഞാൻ എടുക്കാം. ഉച്ചയോടെ വെച്ചോ. ഞാൻ കഞ്ഞിയൊക്കെ കുത്തില്ല പോകുന്നു. ആ വിവാനന്തി വിവാനന്തി അവിടെ അവിടെ ഉണ്ട്. രണ്ടുപേരും ഉണ്ട്. വിവാനം ഇതിനായി വിന പോയില്ലേ? അവള് പോയില്ലേ? അവള് പോയി. അവിടെ പോയി. അവള് നേഴ്സിങ്ങിന് പഠിക്കുമല്ലേ, ഹോസ്റ്റലിൽ പോയി. പിന്നെ എവിടെയും നേഴ്സിങ്ങിന് പഠിക്കുമല്ലേ? എവിടെയാ? പത്തനംതിട്ട പരുവല. അവിടെ പോയാ വൈകിട്ടോ? അവിടെ കൊണ്ട് വിട്ടിട്ടെ കൊണ്ടേ വിട്ടു. കൊണ്ടുവിടുകയും ചെയ്തു. അതിനെ ഉറങ്ങാനൊക്കെ പറ്റുമോ രാത്രി? ആരാ വീടാന്ന് പറഞ്ഞു? ഇതാരാ? ഇതാരത്? അതാരത്? എന്നെ മോളെ കണ്ടു. ആ, പുറത്തൊക്കെ കണ്ടിട്ടില്ല. അവളങ്ങനെ പുറത്തിറങ്ങിയല്ലോ. അവളകത്തിരിക്കുന്നവളെ പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങിയാൽ ആരും പറഞ്ഞു. പിന്നെ ആവശ്യത്തിന് നടക്കും. ആണോ? പിന്നെ ആ, ഞാൻ കണ്ടിട്ടില്ല. സ്വഭാവമൊന്നുമല്ലോ. ഇതോ അതാരാ? പിന്നെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കാം. അതിനാ വാടിയായി. അവൻ മുടിയൊക്കെ വിട്ട് സിമ്പിളായിരിക്കുമല്ലേ? പറ്റിയ മോനെ നിങ്ങളെന്നാ പറ്റിയ ഒന്നും പറ്റിയില്ല. കുറച്ച് എത്രയല്ലേ പഠിക്കണം? ഞാൻ ഡിഗ്രിക്ക്. ഏ? ഡിഗ്രി. ഡിഗ്രിക്കാണോ? ആ. മോൾ എത്രയല്ല? PDC. PDC. അമ്മച്ചിയുടെ മീഡിയ അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ എവിടെയാ എല്ലാവരും പഠിക്കണേ? പാലയില്. ഏ? പാല. പാലായില്ല. ആ. വഴി ഓർമ്മയുണ്ട്. അത് എളുപ്പമാണോ? ബൊക്കും മരമൊക്കെ വലുപ്പേരൊക്കെ. പകലായിരുന്നിപ്പോ ഇപ്പൊ എല്ലാം കൂടെ മിന്നൽ വന്നേ. ആര്? ആരാ? ആ വീട്ടിലുള്ള ആരൊക്കെയാ? പിള്ളേര് എല്ലാം മിന്നിച്ചാടിയ. ഇതിപ്പോ ഇത്ര രാത്രി ആയണ്ട. രാത്രിയാണോ? ഇപ്പൊ നാളെ ആയിരിക്കും വരവും. ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ട്. ഏത് പിള്ളേരാണ്? ഇതിന് പോക്കാം. ഏത് പിള്ളേരാ? ഏത് പിള്ളേരാ വരുന്നേ? ഏത് പിള്ളേരാ വരുന്നതെന്ന്? പിള്ളേരേതാന്ന് അറിയത്തില്ല. ആ, എന്നാൽ ഞാൻ അദ്ദേഹം പറഞ്ഞു. അമ്മ പറ. ഇത്ര നാളായിട്ട് പിള്ളേരെ പേരറിയുന്നില്ലേ? പിള്ളേരാരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അമ്മയുടെ കൂടെ വരെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. സ്വന്തം മക്കളെ പോലും അറിയത്തില്ല. ആ, സ്വന്തം മക്കളുടെ കാര്യമാണോ പറഞ്ഞേ? സ്വന്തം മക്കളുടെ കാര്യമാണോ പറഞ്ഞേ? അതിലെങ്കിലും എൻ്റെ മക്കളുടെ കാര്യം. ആ മക്കളുടെ മക്കളുടെ ആ ആ ആ, അവരിറങ്ങുന്നതാണോ പറഞ്ഞത്? പ്രത്യേകിച്ച് എടുത്തും ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പറഞ്ഞിട്ട് ഇത് ആരെ വീടാന്ന് പറഞ്ഞില്ല. ഇത് മകന്റെ വീടാന്നേ പറഞ്ഞുള്ളൂ. ഏത് മകനാന്ന് പറഞ്ഞില്ല. ഇതെന്നെ പറഞ്ഞു. ഏത് മകന്റെ വീടാന്ന്?
ഇതോ ആ. എൻ്റെ രണ്ടാമത്തെ മകൻ. ആ അവൻ്റെ പേരെന്നാ? എന്നാ രണ്ടാമത്തെ മോൻ്റെ പേരെന്നാ? ഏ രണ്ടാമത്തെ മോൻ്റെ പേരെന്നാ? പേരോ ആ ആവും ആ എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ പോന്നാ പറഞ്ഞ ചേട്ടത്തിനെ കെട്ടിച്ചങ്ങനെ വിടാതെ ഉപയോഗിക്കുന്ന ചെറിയ ആ അത് തന്നെ ചെറിയ പള്ളിക്കൂട്ടിലോ പള്ളിയിലൊക്കെ നമ്മൾ വിളിക്കണം മാത്രം സാവും. ആ പള്ളിയിലൊക്കെ ഇട്ട് പേരിട്ടേക്കണം. അവിടുത്തെ കുരിശ് പള്ളി തപ്പന്നെ അത് കുരിശ് വിളിയൊന്നുമല്ല, അതുകൊണ്ടൊക്കെ രാജുവിൻ്റെ കടയാ. അവിടെ മുഴുവൻ റബ്ബറാണല്ലോ. അധികം സ്ഥലം പോലും ഇല്ല. കുണ്ടുകൊല്ലക്കാരുടെ മുഴുവൻ റബ്ബറാണ്. എല്ലാം ഭയങ്കര കേട്ടോ. ഇവിടെ പെരയിക്കുണ്ടോ? ഉണ്ടോ? ഓടൊക്കെ ഇല്ല. നീ കിടക്കും മക്കളെ, നീ എന്തിനാ നിൽക്കണം? ഓരോർക്കും കഴിയാനുള്ള സമയമില്ല. ഞങ്ങൾ നോക്കി എന്നാ വെട്ടാൻ നോക്കി, ഇവിടെ നോക്കി തുണിയൊക്കെ കിടക്കോ വെയിലത്ത്, തുണിയൊക്കെ വെയിലത്ത് കിടക്കണം. പുതിയ വീടോ? തുണിയേ പുളിയോ? തുണി അലക്കി വെയിലത്തിട്ടേക്കണം. തുണി തുണിയാലേക്ക് ആ വെയിലത്ത് അതേ കിടക്കണം, കണ്ടില്ലേ? കിടപ്പുണ്ട്. ആ ഇവിടെ കാണോട്ടെ, ആ ഇതൊക്കെ ഉണക്കോട്ടെ. അത് വെയിലല്ലേ, പിന്നെ ഇരുട്ടത്തെ കടന്ന് തുണി ഇടാൻ പറ്റുമോ? ഉണങ്ങിയതാണോ? ആ ഉണങ്ങിക്കൊണ്ടിരിക്കുവാ. ഇത് നോക്കി വെച്ചാണോ പറയുന്നത്? പിന്നെ ഇതൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഉണങ്ങി നോക്കാതെ പറയാൻ പറ്റുമോ? രാത്രി ഉണങ്ങിയെന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാൻ പറ്റും. രാത്രി പോയി തുണി എടുക്കാൻ പറ്റുമോ? പകലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാ പകലല്ലേ തുണി എടുക്കാൻ പറ്റുള്ളൂ, രാത്രി പോയി എടുക്കാൻ പറ്റുമോ? രാത്രി തുണി പോയി എടുക്കാൻ പറ്റിയല്ലോ. ഇതെന്നാ പറയാമെന്ന് എനിക്കറിയാം. എന്നാണ് ഏതാണ്ടെല്ലാം വാ നിറച്ച് പറയണമല്ലോ. ഒന്നും മനസ്സിലാകും. ഇനി പോ എവിടെ? വീട്ടിലോട്ട്. അമ്മ ഇവിടെ നിൽക്കുവാണോ? അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ പോയി ചെയ്യും. അമ്മ ഇവിടെ നിൽക്കുവാണോ? എന്നാ ഇവിടെ നിൽക്കുവാണോ? അതിനെന്നാ ഒന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. എൻ്റെ മകനല്ലേ, ആ എന്നാ അതിനെന്നാ കുഴപ്പം? നിൽക്കുകയോ കിടക്കോ എന്തുപോലും ചെയ്യാം. ആ ഒരു പുതിയതായിട്ട് ഒരു വേഷം കിടക്കുന്നുണ്ടോ? എനിക്ക് 5 പേരുണ്ട്. 5 പേരും ഒരുപോലെ. ആ 5 മക്കൾ. 5 മക്കളുണ്ടോ? 5 മക്കളുണ്ടോ? പിന്നെ അതാരൊക്കെ? ഇനി രാത്രിയുടെ എണ്ണം കുറിക്കാൻ പോവാ. അത് അതിൻ്റെ ആവശ്യമില്ല. അതാരൊക്കെയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ 3 ആണുങ്ങളെ അറിയത്തുള്ളൂ, അതുകൊണ്ട് ചോദിച്ചേ. ജോമി, സാവു, ആ രോമൻ. എത്രയായി? 3 ആ 3അല്ലേ? നിങ്ങളുടെ എൻ്റെ പേരും. എൻ്റെ പേരോ? എൻ്റെ പേരെന്നാ? ആ വർക്കി. എന്നാ ഉറക്കി. വർക്കിയല്ലേ? ദിലീപിൻ്റെ പേരാ. ആ അതല്ല എനിക്ക് ഇട്ടിരിക്കുന്നത്. വല്യപ്പനല്ല, അമ്മയുടെ അപ്പൻ്റെ പേരല്ലേ? അമ്മയുടെ ചാച്ചൻ്റെ പേരല്ലേ? അമ്മയുടെ ചാച്ചൻ്റെ പേരല്ലേ? എൻ്റെ വല്യപ്പൻ്റെ. അമ്മയുടെ വല്യപ്പൻ്റെ പേര് അപ്പൻ്റെ പേരാ. ആണോ? ആ ചാച്ചൻ്റെ അപ്പൻ്റെ പേരായിരുന്നല്ലേ? എന്നോട് പറഞ്ഞ ചാച്ചൻ്റെ പേരാന്നാണ്. ചാച്ചൻ്റെ ഒക്കെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ പേരാ വല്യപ്പനും വല്യമ്മേനും. ആ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലേ? ഏയ് നമുക്കെല്ലാം ജോസഫ്മാരാ. നിങ്ങൾക്ക് ബഹുമാനമല്ലേ വിളിയില്ല. എല്ലാത്തിനും പോട്ടല്ലേ? ഞങ്ങൾക്കെല്ലാം ഔസഫ്മാരും ഏലിമാരുവാ. ഇല്ലടി ഏലി, കുഞ്ഞേലി. നല്ലൊരു കുഞ്ഞേലി ഇരിക്കുന്നു, ഒരു കുഞ്ഞേലി. ആ കുഞ്ഞേലിയാ, കുഞ്ഞേലി, കുഞ്ഞേലി, ഏലി, കുഞ്ഞേലിക്കുട്ടി ആയിരിക്കണ. അവിടെ പേരോ? ആ അവിടെ പേര് എന്നാ മോളെ? ഏഞ്ചൽ. 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 എന്നാ പേര്? ഏഞ്ചലി. ഏഞ്ചലി. എനിക്കത് മനസ്സിലായില്ല. ഏഞ്ചൽ. ഒച്ചത്തിൽ പറയടി. ഏഞ്ചൽ. ലളിതയാ? ലളിതയാ? ആ സൈഡിൽ ചെവി കേൾക്കാൻ പറ്റില്ല, സൈഡിൽ ചെവി കേൾക്കാൻ പറ്റും. പേരെന്നാ വേണം? ഏഞ്ചലി. ഏഞ്ചലി. ആ ഏഞ്ചലി. അത് ഒന്ന് പറഞ്ഞാൽ തിരിയാ, പക്ഷെ അവള് പറഞ്ഞ എനിക്ക് തിരിഞ്ഞില്ല. സൈഡിൽ ചെവി പിന്നെ ചെറുപ്പം മുതൽ അറിയണം, കാണും, കേൾക്കുകയൊക്കെ ചെയ്യണതല്ലേ ഇതൊക്കെ പോലും. ആഹാ കാണുന്നവളെ അവളെ നോക്കിയൊന്നും ഓർക്കുന്നില്ലേ? ഏറ്റവും അവളെ നോക്കിയൊന്നും ഓർക്കുന്നില്ലേ? കിടക്കാൻ പോകണ്ട, പോയി കിടാൻ. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെയാണ് കിടക്കണത്? ഈ ഉച്ചയ്ക്ക് എങ്ങനെയാണ് കിടക്കണേ?
എന്ത് കുളിക്കണം? ആ നട്ടുച്ചയ്ക്കാ ഏ? നട്ടുച്ചയ്ക്കാണോ കുളിക്കാൻ പോണേ നീ? എവിടെയായാലും പോയി കുളിക്കാൻ മേലെ വെള്ളമുള്ളടത്ത്. വെള്ളമില്ല അതല്ലേ കുഴപ്പം. കുളിക്കണില്ലെങ്കിൽ ആ പോയി കളാം. ഇപ്പൊ വെള്ളമില്ല പാറമട പോണം. ഒന്നും വൈകാൻ നേരമില്ല. ആ ഇപ്പൊ പാതിരായിക്ക് പാറമട പോയി കുളിക്കാൻ പറ്റുമോ? ആ പാതിരായിക്ക് പാറമട പോയി കുളിക്കാൻ പറ്റുമോ? പിന്നെ പാതിരായിക്ക് പാറമട പോയി കുളിക്കാൻ പറ്റുമോന്ന്? പാറമടയെ കുളിക്കാനുള്ളൂ. ആർക്ക്? കുളിക്കണ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ടെങ്കിൽ അതിനുള്ള ആവശ്യം വന്നെങ്കിൽ കുളിക്കും. ആ ഇന്ന സമയമൊന്നുമല്ല കുളിക്കുന്നതിന്. ആ എന്നിട്ട് കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. എപ്പോൾ കുളിച്ചാലില്ല. ആ പേടിയാ? പേടിയൊന്നുമില്ല. കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. നേരെ ഒത്തിരി ആയി പോയി കിടക്കും. പോയി കിടക്കടാ. ഇവിടെ പോയി കിടക്കാൻ പറഞ്ഞില്ലേ? അമ്മ ചിരിച്ചേ. അല്ല ഒത്തിരി സമയമായി ഇനി പോയി കിടക്കാനുള്ള ഇങ്ങനെ ചരിത്രത്തിക്കാരുടെ വീടൊക്കെ കാണാൻ. ചരിത്രക്കാരെ ഇവിടെ കാണാം. അവിടെ വന്നാ ചരിത്രത്തിക്കാരെ വീട് കാണാത്. വീടെല്ലാം കാണാം. ഇത് നേരെ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ഇതിലെ നോക്കി കാണത്തില്ല. ഇപ്പം ഒരുപാട് പൊങ്ങിയായിരിക്കുന്നത്. കാരണം ആ വീടും സ്ഥലവും ആ സ്ഥലവും ഒത്തിരി പൊങ്ങിയാ. അനീത്തിയുടെ വീട്ടിൽ പോണോ? അനീത്തിയുടെ വീട്ടിൽ പോണോ? അത് പോണെങ്കിൽ എനിക്ക് പോകാൻ അറിയത്തില്ലേ. അതിനെ കൂട്ടുകൂടാതെ തന്നെ പോവാ. ചെറിയ വർഷങ്ങളായ എൻ്റെ അനിയത്തിനെ അവിടെ കൊണ്ടത്. ആ നീ ഇപ്പോഴാണ് ആ കൂട്ടുകാരാവുക. ഞങ്ങൾ കിടക്കാൻ പോവാ. ആ ഒന്നും കഴിഞ്ഞാലുള്ള വരെയില്ല. പോണോട്ടെ പോ. ഞാൻ പോണില്ല. ഞാനും കിടക്കും ഇവിടെ. കിടക്കാൻ പോവാ? ആ ആഹാ. അതിനാ എന്റെ ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റേ? അത് അവിടെ പോയി കിടന്നാ ചുവ കിടക്കാൻ. അവിടെ സ്ഥലം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ സ്ഥലമുണ്ട്. സൗകര്യമുണ്ടല്ലോ. ഇവിടെ സൗകര്യമുണ്ട്. കട്ടിലില്ലേ? ആ കട്ടിലുണ്ട്. ഇവിടെ കിടക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോണേ. എനിക്ക് ഒരു ദിവസം ചേട്ടൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റേ? ഇവിടെ കിടന്നിട്ടില്ലാത്തതുകൊണ്ട് കിടക്കാൻ കൊതിയായിരിക്കും. ആ എവിടെ വരെ കിടക്കണം? പായുണ്ട്. പായട്ടാ എവിടെയാ? ഇതിൻ്റെ കൂടുതൽ ഒരു വഴിക്കും പോകണം. എനിക്ക് ഇഷ്ടമില്ലാത്ത. ആ പോയാൽ ഒരു സുമാറുള്ളൂ. അതിനാ അലമ്പ. ആര്? നീ ഇവിടെ കൂടെ പോയേക്കരുത് കേട്ടോ. ആ ഇവിടെ അലമ്പുണ്ടാക്കും അല്ലേ? ബന്ധപ്പം 8 വട്ടം പോയി വിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഇണങ്ങി പോയില്ല. ആ അതുപോലുള്ള സ്വഭാവം. ആണോ? ആ അടിയുണ്ടാക്കും. നിനക്കൊക്കെ പിന്നെ വേറെ ആർക്കുമില്ല. ആ ചുമ്മാ കാണുകയല്ല. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. സമയനായി മോളെ. 3 മണി. 3 മണി. 1 മണി കഴിഞ്ഞോ? 3 മണി. അയ്യോ നീ ഒന്നുറങ്ങാൻ നേരമുണ്ടോ? മക്കൾ ഉറങ്ങിയായിരുന്നോ? ഞാനിത് കിടന്നു പോലുമില്ല. കിടക്കാൻ പോയി കട്ടലേ ഇരുന്നപ്പോഴാണ് ഓടണം പറഞ്ഞു വിളിച്ചോണ്ട് പോയി. എവിടെയാ പോണെന്നും പറഞ്ഞു? എവിടെ പോണെന്നും പറഞ്ഞു? ഞങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മ പോവാന്നും പറഞ്ഞു പോന്നാ. വീട്ടിൽ പോണം. ഞാനിപ്പോ പണ്ട് എന്റെ ഉറക്കം തീരാറായത്. വിളിച്ചിട്ട് വീട്ടിൽ പോണെന്ന് പറഞ്ഞ് വേളുണ്ടാക്കി. അറിഞ്ഞിരിക്കാൻ ഞാൻ ആ സമയമാകുമ്പോ കിടക്കും. എനിക്ക് ഞാൻ ആർക്കോട്ടും നോക്കിയിരിക്കും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കിടക്കേണ്ട സമയം വന്ന് പോയിക്കോളും. പ്രാർത്ഥന കളിക്കാൻ പറ്റും. കെട്ടിങ് അയച്ചിട്ട് കെട്ടഴിഞ്ഞ് പോയി കാണും. വെള്ളം തുറന്നു നീ തലയിലെ വെള്ളം തുറന്നു നീ തലപ്പടി വെള്ളം ഒന്ന് കെട്ടി വെച്ചിരി. വൈകുന്നേരം കുളിച്ച് തന്നിട്ട് വൈകുന്നേരം വെള്ളം ചുവ തോർത്ത് കളഞ്ഞില്ല. കെട്ടി വെച്ചോ. ഒന്ന് കെട്ടി വെക്കണോ? കെട്ടി വെച്ചോ. അമ്മ കെട്ടിയാലേ ശരിയാവുള്ളായിരിക്കും. ഞാൻ തന്നെ ഓർത്ത് വിവീന എവിടെ ഇല്ല. എൻ്റെ വിവീന പോയില്ലേ? വിവീന അല്ലല്ലോ കുളിപ്പിക്കുന്നതിന്. അവളോട് പറഞ്ഞ അവക്കൊണ്ടാരെ ഏതാണ്ട് പണികളായി വേണ്ടു ഒന്ന് ഓർപ്പാൻ പറഞ്ഞ നടക്കില്ലാത്തോണ്ട് ഇത് വേണമെന്ന്. പിന്നെ വൈകിട്ട് എന്തേലും കിടക്കാറാകുമ്പോഴത്തേനും വെള്ളം ഉണ്ടാവുമെന്ന് എനിക്കറിയാമോ. വെള്ളം ഇല്ലായിരുന്നോ? തലമുടിയെന്ന് ഊരുകൂടി വരും. നീ കിടക്കാം അമ്മക്കൊന്നു. ഉച്ചയ്ക്കാ പോയി കിടക്ക്. വീട്ടിൽ പോയി. ഞാനിവിടെ കിടക്കണം. വീട്ടിലൊന്നും പോകണമെന്നില്ല. ഇവിടെ കിടക്കണം. ഇവിടെ കിടക്കാൻ ഇടയില്ലല്ലോ. ഇവിടെ കിടക്കാടയിൽ 4 മണി. വേണ്ട അവനെണ്ട പായ കേട്ടോ നിങ്ങൾ.
അവനോട് വായ കേട്ട് വന്നിട്ടുണ്ട്. എന്നും വീട് മാറി കിടക്കണം. ഒന്ന് ഓരോ വീട് വഴി പോക്കും. ആ ഓരോ വീട് വഴി പോവാ. ചേട്ടനിയന്മാരെ വീട് വഴി കിടക്കാൻ മേലെ. ഒന്നും വാങ്ങാനുള്ള ചേട്ടനിയന്മാരെ വീട് വഴി കിടക്കാൻ മേലെ. അവനോട് പാവം കൊണ്ട് വെച്ചിട്ടുണ്ട്. പായലാടാ കിടക്കണേ. രാത്രിയായി ഒന്ന് ഉറങ്ങിയിട്ട് 2-3 രാത്രിയാ. കിടക്കാൻ പറ്റാതെ അതിനാ സമയമായി കഴിയും. ഉറക്കയില്ലേ? ഇതാണോ മുറി? ഇവിടെ ആരും എൻ്റെ മക്കളാണ്. ഈ മുറിയിലാണോ കിടക്കണേ? കിടക്കാൻ പോകുമെന്ന് അറിയത്തില്ല. അതിനാ സ്ഥലം മാറിക്കിട്ടും. സ്ഥലം മാറി കഴിഞ്ഞാൽ ഉറക്കം വരികയല്ലേ? പിന്നെ പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ കിടക്കാന്ന് പറഞ്ഞേ. എവിടെ കിടക്കാം? കൊത്തില്ലാത്ത ആരാ? കിടക്കാൻ പോകും. അല്ല പിന്നെ ആ ഇവിടെ നല്ലതല്ല. കണ്ണാടി കണ്ട് അമ്മയ്ക്ക് മുഖത്ത് കണ്ണാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഇവിടെ കിടക്കുവാണ്. കണ്ടോ ഇല്ലേ? മുഖമൊക്കെ നോക്കാം. ദേ നിങ്ങൾ നോക്കി കണ്ണാടി കൂടെ കാണാലോ. കണ്ണാടി കണ്ണാടി അതിനകത്ത് ആ നോക്കണ്ടേ? വേറെ പല പല സാധനങ്ങൾ കാണാനിരിക്കുന്നത്. അവിടെ ഇരുന്നോട്ട് ആ ഇത് ഇരിക്കുന്ന കണ്ണാടി കണ്ണാടിയൊക്കെ നോക്കണ്ടേ? സുന്ദരിയാണോന്നൊക്കെ നോക്കണ്ടേ? സുന്ദരിയാണോന്നൊക്കെ നോക്കണ്ടേ? കമ്മലൊക്കെ പിടിച്ച് ഇടയ്ക്ക്. ഇത് പറയാൻ എനിക്ക് മനസ്സിലാകുന്നത്. ആ ഞാൻ കിടക്കാം. ആ കിടക്കട്ടാ മോളെ. കിടന്നു അമ്മ കിടന്നു. അപ്പം വരുമോ? ഇത് എത്ര നാളായോ? എങ്ങനെ കിടന്നു? തലമുറയ്ക്കുമ്പോൾ ഉറക്കം വരും. ഉറക്കം വരില്ല. ഉറക്കം വരികയല്ലേ? അല്ലെ നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ഇത് നമ്മൾ ഒത്തിരി നേരമായില്ലേ? ഒന്നുറങ്ങാനുള്ള സമയമുണ്ട്. ഒന്നുറങ്ങാനുള്ള സമയമുണ്ടെന്നേ. ഒന്ന് മയങ്ങാനുള്ള സമയമുണ്ട്. വേണ്ട പോയി കിടം. പോയി കിടന്നോ? ഞാൻ അപ്പുറത്ത് കിടക്കണേ. അവിടെ അവർ വല്ലതൊക്കെ പറയണമല്ലോ. ആര്? വീട്ടിൽ വീട്ടിൽ എന്നാ പറഞ്ഞ് ശ്രദ്ധിക്കാം. അവരെന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആളുണ്ടോ? അവിടെയൊക്കെ ചെയ്യും. ഇതൊക്കെ ഇപ്പം കണ്ടു ഉറക്കം പറ്റും. ഏയ് പാതിരാത്രിക്ക് ആരെന്നാ പറയണേ? അതുണ്ട്. ഞാൻ അപ്പുറം കിടന്നേക്കാം. ചിലക്കാൻ നിന്നാൽ ചില തന്നെ കിടന്നാൽ ഉറങ്ങുമില്ല. ആണോ? ഞാൻ പോവാ കേട്ടോ. ഞാൻ പോവാ. പൊക്കോളാനേ. ആ എനിക്ക് പേടിയാണ്. പേടിയൊന്നുമില്ല. ഇതിൻ്റെ മക്കളൊക്കെ താമസിക്കണം. പിന്നെ അതല്ലേ പറഞ്ഞേ. അവരൊക്കെ നോക്കിക്കോളും. ആ ഞാൻ പോവാ കേട്ടോ. പോവാ. ആ കഞ്ഞി കുടിച്ചില്ല. പോയി കഞ്ഞി കുടിച്ചേക്കാ. കഞ്ഞിയേ? പാതിരാത്രിക്ക് എങ്ങനെയാ കഞ്ഞി കുടിക്കണേ? കഞ്ഞി കുടിച്ചില്ലല്ലോ. കഞ്ഞി കുടിച്ചില്ല. വീട്ടിൽ കുടിച്ചോ? ഇല്ല. എന്നാ പോയി കുടി. ആ എന്നാ വേണേ കിടക്കാം. ഉറക്കം വരുന്നുണ്ടാ? ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോന്ന്? എന്നാ ഉറക്കം വരുന്നുണ്ടോന്ന്? ഉറക്കം വന്നില്ല. ഉറക്കം വരുത്തുമോ? പിന്നെ ശാരീരം വെക്കണ്ടേ? ഉറക്കം വറ്റാൻ പറ്റിയല്ലാത്തന്നെ ചോദിക്കണം. താരാട്ട് പാട്ടെ. ബാവാവോ വെക്കാം. ചിലക്കാതെ പോവാ. മറ്റുള്ളവർ കിടക്കണം. ബാവാവോ വെക്കാം. മുമ്പ് അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിച്ചു. അവിടെ ആ പെരെ അത് ഏത് വരാ? പണ്ടിരിക്കുന്ന പെരെ വീട്ടിലെ ആ വടക്കേ പറമ്പിലെ അത് കിടക്കാനുള്ളവരുണ്ട്. അതേ കിടക്കാനുണ്ട്. ആരാ? അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒരാഴ്ചയായിട്ട് കൂടെല്ലാം എടുത്ത് പണിയായി. അത് ഏത് വീടാ?
കൃഷിക്കാർ സാധനങ്ങളല്ല. ആ അത് ഏത് പേരെ? നിങ്ങൾ ഇതൊന്നുമില്ല ഏ ഓടി ആൾക്കില്ല. ഞങ്ങളെ ചെയ്തു. ആണോ? ഇനി ഉള്ള നേരത്ത് പോയി കിടക്കാം. ആ ഉച്ചയ്ക്ക് എങ്ങനെയാണ് കിടക്കണതുണ്ട്? നല്ല ഒന്നാന്തരം വെയില, കിടത്തിയല്ല. നല്ല ഒന്നാന്തരം വെയില. അതെ അതോട്ട് കടിച്ചു കയറുന്നത്. എന്നാ പറ്റിയേ? പിള്ളേരൊക്കെ രണ്ടുറക്കം കഴിയുന്ന നേരം എഴുതിയിട്ടില്ല. ഇപ്പോ ഉറങ്ങിക്കോ, ഞങ്ങൾ പോവാ. എല്ലാം അങ്ങോട്ട് മാറി കിടക്കും. അങ്ങോട്ട് മാറി എവിടെയാണ് കിടക്കണേ? നമുക്ക് സ്ഥലമുണ്ടല്ലോ എവിടെ? ഇവിടെ സ്ഥലവും വരെയോ. ആണോ? അങ്ങോട്ട് പോവാ. പോണില്ല, ഇവിടെ കിടക്കുവാ. ഇവിടെ കിടക്കുവാ, പോണില്ല. എന്നാണ് എനിക്ക് കേട്ടില്ല. ഇവിടെ കിടക്കുവാന്ന്, പോണില്ലെന്ന്. എനിക്ക് തിരിഞ്ഞില്ല. ഇവിടെ കിടക്കുവാ, പോണില്ല. ഇവിടെ കിടക്കുവാ, പോണില്ല. പോവാണ്. പോണില്ല, ഇവിടെ കിടക്കുവാ. ആണോ? ആ കിടക്കും. ഇത് കട്ടിലുണ്ടോ? കട്ടിലില്ല, തറയില കിടക്കണേ. തറയില കിടക്കണേ, തറയില്. പറയല്ലോ. ഇതിന് എല്ലാം രണ്ടുണ്ടായി. ആരുടെ പണിയാ? ഇല്ല, ഇങ്ങനെ തുറന്നിട്ടാ ഇങ്ങനെ കിടക്കണം. നമ്മളെ വീട്ടില്ലേ? അവൻ പഠിക്കുന്നല്ലേ? ആൽബിൻ പഠിക്കുന്നല്ലേ? ആൽബിൻ പഠിക്കുന്നതാന്നേ. ആൽബിൻ അവരോട് പഠിക്കണം. അവൻ പാലായില്. കോളേജില്ല. കോളേജിൽ എവിടെയാ പോയിരിക്കുന്നത്? പാലായി. പാലായില്ല. എല്ലാരും കിടന്നോ? എൻ്റെ ഒരുത്തൻ തുണച്ചാരി നിൽക്കുക, കിടന്നില്ല. ആ പോയ ആപ്പിളായിട്ട് തന്നെ ആയിരിക്കും. ബോംബെ വന്നിട്ട് ബോംബെന്ന് അതുപോലെ തന്നെ നല്ല പോകുന്ന പോലെ തന്നെ വരാനാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സിഡ്നിക്ക് പോകും. മെൽബണി വന്നിട്ട് ഇവരിങ്ങ് വരും. അപ്പോൾ അവിടുന്ന് സിഡ്നിക്ക് പോകും. സിഡ്നിയിൽ നിന്ന് കാനഡയ്ക്ക് തിരിച്ചു പോകുന്നതാണ്. ന്യൂസിലൻഡിൽ പോകണ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഉറക്കം വരുന്നില്ലേ? അതിനാ 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 ഒത്തിരി നാൾ കൂടി കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ആണോ? എന്നാ നമുക്ക് വീട്ടിൽ അങ്ങ് പോയേക്കാം. എന്നാ അങ്ങോട്ട് പോയേക്കാം. ഉറക്കം വരുന്നില്ല, അങ്ങോട്ട് പോയേക്കാന്നേ, തറവാട്ടിലോട്ട്. ആ
തലേണ നടക്കണ്ട, ആൽബിന്റെ തലേണ വേണ്ട. എടുക്കണോ? വേണ്ട വേണ്ട. തലേണ എന്നാത്തിനാ? ഏ? തലേണ എന്നാത്തിനാ? വേണോ? വേണ്ടെന്നേ. അവിടെ ഉണ്ടോ? ആ അതില്ലാത്ത ആ തുമ്മല്. ആ അറിയത്തില്ല. എവിടെയാ കിടക്കണം? നോക്കി. എനിക്കങ്ങനെ ഇന്ന സ്ഥലമൊന്നും കിടക്കണേ ഇവിടെ കിടന്ന ഉറക്കം വരികയല്ലെന്ന് പറഞ്ഞല്ലേ? അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നല്ല പറഞ്ഞേ? ജീവികളോ? വേറെ ജീവിയൊന്നും ഇല്ല. ഇവിടെ ഒരു ജീവി ഇരിപ്പുണ്ട്, അവളേ ഉള്ളൂ. കർണാടകമായിരുന്നു. ഏത് തന്നെ? പഠിക്കുമായിരുന്നു. നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇപ്പം എത്രയല്ല പഠിക്കണം? PDC. ആണോ? അതെവിടെയാ? കോന്നല്ലൂര്. കോസംലൂരാണോ? റോലിങ്ങോട്ടല്ലേ? അല്ല, അത് തുടങ്ങിയിട്ട് എത്ര നാളായി? പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഞാൻ അല്ലല്ലോ തുറന്നിട്ടാണ്. ആ കാറ്റ് കയറണ്ടേ. ഇത് തുറന്നു. അതാ അപ്പഴേ ആ അത് വൈകിട്ട് അടച്ചാ പോരെ. അതിൽ കിടക്കാൻ വിഷമായിരിക്കും. ഇത്രയും പൊക്കമുള്ളതിനകത്തൊന്നും കിടപ്പില്ലല്ലോ. ഇതിനകത്ത് കപ്പയൊന്നുമില്ല. അങ്ങനെ ആ കപ്പയുണ്ട്. കപ്പ ഒന്നാമത്തെ കാണാനില്ല. ആ കുറച്ചേ ഉള്ളു. ജനലിന്റെ അവിടെ പോയി നോക്കി. നീ കിടന്നാൽ ഓർമ്മയില്ല. സ്ഥലം മാറിപ്പോയി. പിന്നെ പുതിയതായിട്ടുള്ള കിടപ്പൊക്കെ ആയി. നമ്മൾ കിടക്കുന്നില്ലേ? ഇല്ല. കിടക്കാൻ പല്ല. അവൾക്ക് പഠിക്കാനുണ്ടെന്ന്. നേരമുള്ളൂ. അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ? ഇതൊക്കെ അമൃതല്ലേ? ആ കെട്ടുന്നത് ഭയങ്കര പൊക്ക. ആ ഭയങ്കര പൊക്കല്ലേ? ആ നമ്മുടെ അവിടുത്തെ കണ്ടൊക്കെ പൊക്കം. അവൻ്റെ തലമുടിയെല്ലാം കളഞ്ഞോ? ആ കാലാവസ്ഥ മാറിയപ്പോ അല്ലേ? അതെ. ആ ജനലിലേക്ക് കൊടുത്തിടുവാനെ അത് അതങ്ങനെ കിടക്കാൻ സുഖമില്ല. ഏതാ? ജനല് കൊളുത്തിടാ അടയ്ക്കാനാ പറഞ്ഞേ. അത് അടുത്തേക്ക് കൊടുത്തത്. ആണോ? ഈ ജനലേ അത് ജനലല്ലേ? ആ അത് അടക്കി അവിടുന്ന് ഇങ്ങോട്ട് കിട്ടും. അടയ്ക്കണം. കയറി വരും. ഇവിടെ പ്രാണിയെല്ലാം കയറി വരുന്നു, ജീവികളെല്ലാം കയറി വരുന്നു നല്ല അടച്ചില്ലെങ്കിൽ. ജീവികളെല്ലാം കയറി വരും. ആ അടച്ച കുട്ടിക്ക് ഗേറ്റ് ഇത് ഇടച്ചോ, കട്ടണം കേട്ടോ. അട്ടറാണോ? ഞാനവിടെ തലമുടിയായിരിക്കും. ആണല്ലേ? മോള് കേട മോള് കിടന്നോ? അവള് പഠിച്ചോണ്ടിരിക്കുക അതല്ലേ? അലമാരി കിടന്ന ഉറക്കം വരികയല്ല. ആ അവിടെ പോയി അതെ, താഴെ പോകരുത്. മാറി കിടന്നു. ഇവിടെ തലവണയാണല്ലോ ആള് കിടക്കണതാണോ? ആ കൂട് വെച്ചേക്കണ താഴപ്പായിരിക്കാൻ. എന്നാ കിടക്ക. ഉച്ച കഴിഞ്ഞേ കിടക്കുള്ളൂ. മോള് കിടന്നു. ഇവിടെ കണ്ടോ? ആ അവിടെ കിടക്കില്ല. കുറച്ച് പേ ഇട്ട് കൊടുക്കണം. ആ ഉറങ്ങേണ്ട സമയമായില്ലേ കൊച്ചിന്? കൊച്ചിന് ഉറങ്ങണ സമയമൊന്നും ആയില്ല, കൊച്ചു പഠിച്ചോണ്ടിരിക്കുക. ഉം? കൊച്ചു പഠിച്ചോണ്ടിരിക്കുക, കൊച്ചിന് ഉറങ്ങണ സമയമൊന്നും ആയില്ല. പഠിച്ചോണ്ടിരിക്കണം. ഉറങ്ങാതെ ഉറക്കം കഴിയേണ്ട സമയം എത്രയാണെന്ന് എന്താ കഴിയും? എത്രയും കണ്ണു കൂട്ടി അടുത്ത്. ആണോ? അതാണ് നല്ലത്. കിടന്നിട്ട് ശരിയാകത്തില്ല. കിടന്നിട്ട് ശരിയാകുന്നില്ല. കിടന്നിട്ട് ഞാൻ ഉറക്കം വന്നില്ല. സ്ഥലവും മാറിയില്ലേ? ആ, അതെ. ഇനിയിപ്പം ഒന്നും ഉറങ്ങിയല്ല. നാളെ രാവിലെ ആയിട്ട് കൊണ്ടാകും വീട്ടിലോട്ട്. നമുക്കങ്ങ് പോയേക്കാം, ഇവിടെ ഉറക്കം വന്നില്ലെങ്കിൽ. ആ ഇവിടെ ഉറക്കം വരുന്നില്ല, അങ്ങ് പോയേക്കാന്നേ. ഇവിടെ ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നിടത്തോട്ട് പോയേക്കാം.
ഉറക്കാമോ? ഉറക്കം വരുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന്. എന്നിട്ട് പോകാമോ? ആ എപ്പം? ഉറങ്ങാനായിട്ട്. ഇപ്പോഴോ? ആ പിന്നെ വീട്ടിലോട്ടാ? ആ ഇവിടെ ഉറക്കം വരുന്നില്ല പിന്നെ കിടന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലോട്ടാ? ആ എന്നാൽ പിന്നെ എന്തിനാ ഞാൻ പോകാം? അമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പോയെന്ന് പറഞ്ഞിട്ടില്ല. അമ്മയാ പറഞ്ഞ ചേട്ടത്തിയുടെ വീടാ അങ്ങ് പോകണമെന്ന് പറഞ്ഞു. മോളെ പോയി കിടക്കും. മോള് കിടക്കും. അവള് പഠിക്കുവോ നീ? അവള് പഠിച്ചോണ്ടിരിക്കുവോ? പഠിക്കുകയാണോ? ആ എന്നാ പഠിച്ച്. ഉം. മറ്റേ പെരമുറിയൊക്കെ കട്ടിലിട്ട് കിടക്കാൻ സൗകര്യമൊന്നുമില്ല. കുറേക്കൂടൊക്കെ മുഴുപ്പ് വേണം. ആ ഇച്ചിരി മുഴുപ്പ് വേണമായിരുന്നു. സ്വാതന്ത്ര്യമായിരിക്കണം. ഉം. ഒരു കട്ടിലിട്ട് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു സ്ഥലം വെറുതെ കിടക്കുന്നത്. ഉം. ഏറ്റു പോര് ഏറ്റു പോര് ബാ ചായ കുടിക്കാം. ചായ 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 എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുടിക്കാൻ. ഇത് ചായ കുടിക്കണ സമയമല്ലേ ഇപ്പം? നേരമൊക്കെ വെളുത്ത് അങ്ങ് നോക്കിയാൽ പുറത്തോട്ട് നോക്കിയേ വെട്ടോണ്ട് ഏറ്റുവാ. വീട്ടിലോട്ട് പോയേക്കാം. ആ വീട്ടോട്ട് പോയേക്കാം. ദാ കൊണ്ടുപോകാൻ എടുത്തോണ്ട്. കൊണ്ടുപോകാനോ? ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാനുള്ള. ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാനുള്ളേ. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല. കൊണ്ടുപോകാനില്ലേ? ആ പോകാനോ? ആ നന്നായിട്ട് പോര്. ചായ കുടിക്കാം. വാ ചായ കുടിക്കാം. ആ ഇപ്പൊ 4 മണിയായി. ചായ കുടിക്കാം. നേരം വെച്ചിട്ട് കുടിച്ചാൽ പോരെ. നേരം വിളിച്ചതേ. ഇപ്പം നേരം ഒന്നും ആയില്ലല്ലോ. സമയം എന്നായി? സമയം 4 എത്രയാ? 4 മണി അല്ല 3:30 ആ അത്രയായോ? ആ എനിക്ക് വെളുക്കാൻ എന്നാ ഉണ്ട്? ആ വെളുത്ത്. ഏഴും വെളുത്തു. ഉറക്കം വരുമെന്ന് അറിയില്ല. എന്നാലൊന്ന് കിടന്നേക്കാം. ഇതൊന്നും വേണ്ട. വാ ഏറ്റു വാ ഏറ്റു വാ. വേണ്ട. ചായ കുടിക്കണ്ടേ? നിങ്ങളൊക്കെ കിടക്ക്. ചായ കുടിക്കണ സമയം വാ. നേരം വെളുത്ത്. എല്ലാവരും അത് താഴോട്ട് പോവും. ഇങ്ങനെ പോര്. ഉറങ്ങാതിരുന്നപ്പോൾ നാളെ കൊല്ലം എടുക്കണം. പുറത്ത് പോകണമെങ്കിൽ പടി വല്ലതും ഉണ്ടോ മോനെ? ആ വെയിലല്ല വെയിലാന്നേ പുറത്ത്. കൃഷികളുണ്ടോ? ആ അത് എവിടെയാ? വേണ്ട ഈ പറമ്പിലല്ലേ. നമ്മുടെ പറമ്പിലാ? ആ ആ മൊത്തോട് പറമ്പുണ്ടല്ലോ. ഉം. അതിനകത്ത് വല്ലതും മരങ്ങളുണ്ടോ? ആ മരം ചെറിയ മരങ്ങളൊക്കെ അല്ലേ ഉള്ളു. ഈ പറമ്പിൽ ആ ഓരോ ഉറങ്ങാൻ പോലും ഉറങ്ങാൻ പറ്റിയല്ല. ഉം. എല്ലാവരും കിടക്ക്. ഒരു ലൈറ്റും ഒപ്പാക്ക്. ആ ഒന്ന് വായിക്കാം. ഇത് നേരം വെളുത്തേറ്റ് വീട്ടിലോട്ട് പോവാം. ആ ഏറ്റു പോര് വാ. ചായ കുടിക്കാൻ വിളിക്കണം. ചായ ചായ കുടിക്കാൻ വിളിക്കണമെന്ന്. ചായ കുടിക്കാൻ. ഇപ്പം എനിക്ക് ചായ ഒന്നും വേണ്ട. നേരം വെളുത്തേ ഉള്ളൂ. വാ ചായ ഒന്നും വേണ്ട. ഏറ്റു വാ. കുടിച്ചാൽ ഉറങ്ങാൻ വരികയില്ല. ഉറക്കമൊക്കെ വന്നോളൂ. ഏറ്റു വാ. അതൊരു സമയമുണ്ട്. കൃത്യ സമയത്ത് കിടന്നാൽ മാത്രം ഉറങ്ങാൻ പറ്റുള്ളൂ. ആ തലം മറിക്കത്ത് കഴിയുമ്പോൾ. ആ അതുകൊണ്ടാ പറഞ്ഞേ. വാ. വീട്ടിൽ അങ്ങനെയാണ്. ആ അവിടെയാണ്. ആ 3:45 ചായ കുടിക്കാൻ സമയമായില്ലേ? അയ്യോ ഒന്നും വെച്ചു ഉറങ്ങിയില്ല. ഉറങ്ങിയാ ആ ഇന്ന് ഉറങ്ങണ്ട. കിടന്നില്ല. ഞാൻ കിടന്നൊന്നുമില്ല. ആ ഇത് തലേന്ന് ഊരിയ. ആയിരിക്കുമായിരുന്നു. ആ ഞാൻ ചായ ഇടുവായിരുന്നു. ഇപ്പൊ 3 മണി വൈകുന്നേരം ആയല്ലോ അമ്മ. ഉച്ച കഴിഞ്ഞായില്ലേ? ഇനിയിപ്പോൾ ഉറക്കത്തിനുള്ള സമയമൊന്നുമില്ല. ഇല്ല. കിടന്നാൽ ഉറക്കം വരികയല്ലേ. നമ്മൾ ഒരു സമയമുണ്ട്. ആ സമയത്ത് കിടന്നാൽ മാത്രം ഉറക്കവും. അല്ലെങ്കിൽ കാലും കൈ അടിച്ച് കിടന്ന നേരം വന്നു കളിപ്പിക്കല്ല ഒരടിച്ചേ. ഈ കണ്ടുള്ള ഭയങ്കര പൊക്കം. പൊക്കം അതാണ് ഞാൻ അപ്പുറത്തെ കട്ടിലില് കിടത്താൻ. അമ്മയുടെ പൊക്കത്തിന് ചേർന്ന അപ്പുറത്തെ കട്ടില്.
അത് അതുപോലെ നീളം ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റും. മറ്റു രോമാനും അതെ. വിവാനും ഒക്കെ എല്ലാവരും. നമുക്കൊക്കെ വിഷമാണ് ഒന്ന് ഏക്കാനും ഉം. പറഞ്ഞാനും ഉം. നടക്കാനും ഒക്കെ. അതെ. അതാണ് കഴിച്ചത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അച്ചപ്പം. നമുക്ക് ഇഷ്ടമുള്ള അച്ചപ്പല്ലേ? ഉം. 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 അത് ഇന്നലെ മനസ്സിലായോ? ഇത് കൂടെ വേണ്ട. ഞാൻ ആരിച്ചു വെച്ചിരിക്കുന്നത്. ആണോ? എല്ലാം വെച്ചൊന്നും ചെയ്യത്തില്ല, എല്ലാം വേദനയാണ്. പല്ലിനാ? പല്ല് മൊത്തം വേദന. ആണോ? പല്ലിനാ പിന്നെ ഇങ്ങനെ വായി വെച്ച് കഴിച്ച് നിന്നിട്ട് അന്നാല് പല്ലിൻ്റെ ഇടയിൽ കേറുമല്ലോ. പിന്നെ ഭയങ്കര പിന്നെ അത് ആ പല്ലിലൊന്നും നോക്കത്തില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി ആയതാ. അമ്മയുണ്ട്. ചേച്ചിയോ? അവിടെ പോയി. ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ചേച്ചി ഇവിടെ അല്ലല്ലോ. സ്വന്തം വീട്ടിലോ? ആ അവിടെയാണോ? അപ്പോൾ ആ അങ്ങനെ ചേച്ചി കുറുപ്പന്തലല്ലേ? എന്നാലും ഇവിടുത്തെ കാര്യം എങ്ങനെ നോക്കണം? കൊച്ചുങ്ങളൊക്കെ നോക്കണ്ടേ? ഇവിടെ അമ്മയുണ്ടല്ലോ. അമ്മയുണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിലല്ല, കൊച്ചിൻ്റെ കാര്യമാണ് ചോദിച്ചു. ഇവിടെ നേരത്തെ എൻ്റെ അമ്മ വന്നിട്ട് കാര്യമാണ്. എന്റെ അമ്മ വീട്ടിലാ. ഇപ്പൊ പിള്ളേര് തനിയെ വളർന്നില്ലേ അമ്മേ? പിള്ളേരെ പിള്ളേര് വളർന്നല്ലോ. ഒരു പേര് പിള്ളേരായില്ലേ? എന്നിട്ട് അമ്മ എവിടെ പോയാ? അമ്മ വീട്ടിൽ അർത്തങ്കല. അമ്മയുടെ വീട്ടിലാണോ? ഒന്നും എടുക്കാനും കാര്യം. ഇനിയിപ്പോൾ പണിയൊന്നും എടുക്കത്തില്ല. എടുക്കാൻ പറ്റത്തില്ല. അല്ലൊക്കെ സമയത്ത് ഭക്ഷണം ചിരിച്ചു ഭക്ഷണം മതി. ആ അത് കഴിച്ചും വലത്തൊന്ന് കിടക്കുമോ പറഞ്ഞറിയാമെങ്കിൽ വല്ല പുസ്തകം വായിക്കോ ഒക്കെ ചെയ്താണ്. ഇവിടെ കിടക്കാൻ എത്ര മുറിയുണ്ട് മോനെ? 3 മുറി. 3. ആ എല്ലാവരും കിടക്കാനുണ്ടോ? ആ ഇത് ഭയങ്കര ചൂടാണ്. കുടിച്ചു നോക്കിയേ ചൂട് കൂടുതലാണ്. ഉണ്ടോ? ഇങ്ങോട്ടും ചൂടാണോ? മാറ്റിയതാണല്ലോ. ഞാൻ 2-3 പ്രാവശ്യം ആക്കിയത്. ചെറു ചൂടോടുകൂടി കുടിക്കും. കുളിച്ചേച്ച് വന്നതല്ലേ, ഇച്ചിരി ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറി. കുറച്ച് മതി മോളെ, കുറേ അങ്ങനെ എടുത്തോ. അത് കുടിച്ചോ? ഇപ്പോൾ സമയം എന്നായി? 3:30. അയ്യോ വലിയ നേരം പറഞ്ഞാൽ എന്നാണ്? പകല് 3:30 അമ്മേ. ഇത് പകല് 3:30. ഉച്ചയ്ക്ക് 3:30. ഉച്ചയ്ക്ക് 3:30. ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ. വെട്ടം കാണത്തില്ലേ? പുറത്തൊക്കെ നല്ല പ്രകാശമല്ലേ? നമുക്ക് എപ്പോഴാ ഈ കർട്ടനൊക്കെ വലിച്ചിട്ട് കിടക്കാമുറിയുണ്ട്. 3 മുറി. 3. ആ ആ ഓർമ്മയില്ലേ? പണ്ട് അമ്മ അവിടെ വന്ന് കിടന്നുമല്ലേ? പിന്നെ ഇതിങ്ങനെ വെച്ചേക്കണം. അത് കഴിച്ചോ? എന്നാ അവിടെ കഴിഞ്ഞു. അത് കഴിക്കാനാ വെച്ച. എനിക്ക് വേണമെന്നില്ല വന്നു. എനിക്ക് വേണ്ട വളരെ മാറ്റി വെച്ചു. നിങ്ങൾക്ക് തിന്നാം. ചായ കുടിക്കാൻ എന്നിട്ട് പോകാൻ നമുക്ക്. ഏ ചായ കുടിച്ചിട്ടേ പോകാന്ന്, വീട്ടിലോട്ട് പോകാന്ന്. ഏ വീട്ടിലോട്ട് പോകണ്ടേ? ഏ? വീട്ടിലോട്ട് പോകണ്ടേന്ന്. പിന്നെ എങ്ങോട്ടാ പോണം? ആ ചായ ഉടന്ന് കുടി, പോയി കിടക്കട്ടെ. ഇത് വേറെ ആരും ഇല്ല. എനിക്ക് എൻ്റെ മക്കളെല്ലാം ഉള്ളു. ആ വേറെ ഉള്ളവരൊക്കെ അവരവരുടെ വീട്ടിൽ. ആ ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ പേര്. അമ്മയുടെ ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ ഒന്നിൻ്റെ വീട്ടിൽ അന്നമ്മേനും ആ ഒന്നിൻ്റെ വീട് ത്രേസ്യ എന്നല്ല. മൂത്ത ചേച്ചിയുടെ പേര് ത്രേസ്യ. ആ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയുടെ പേര് അന്നമ്മ. പിന്നെ അവള് നേരെ കുട്ടിപ്പെണ്ണുണ്ട്. മറിയക്കുട്ടീനല്ലേ കുട്ടിയുടെ? കുട്ടികളാണ്. ഏറ്റവും ഇളയത്? ഏറ്റവും ഇളയത്? ആരെ? ഏറ്റവും ഇളയത്? അവളെ എൽസമ്മ എൽസിന്നല്ല വിളിക്കണം. എൽസിന്നാ? എൽസി അമ്മയുടെ മകളല്ലേ? എൽസി അമ്മയുടെ മകളല്ലേ? അതിരമ്പുഴയിൽ ചാന്തിനാ കുഞ്ഞമ്മയുടെ പേരെന്നാ? അവളുടെ പേര് എന്നതാ അവിടെ പോയി. പെണ്ണമ്മയാണോ? അവളുടെ പേരെന്താ വിളിച്ചോണ്ടിരിക്കുന്നതാ? പെണ്ണമ്മയാണോ? മിണ്ടാത്ത മരവും പോക്കും ഇല്ലാത്തവൻ അറിയത്തില്ല വെച്ച് വല്ലപ്പോഴും വേണം. ഇത് കഴിഞ്ഞ ദിവസം വന്നല്ലേ മരമൊന്നുമില്ല. ഷിജിമോളും കുഞ്ഞമ്മയുടെ അല്ലേ കഴിഞ്ഞ ദിവസം വന്നേ? ഇത് പെണ്ണല്ല അവള്. ആ ഇളയതുമില്ല. ഒന്നും എടുക്കാറൊന്നും ആയില്ല. അവള് നേഴ്സാ. അവള് നേഴ്സാ. അവളല്ലേ നാളെ ഇവിടെ വന്നേ? നേഴ്സ് എവിടെയായി? ആ നേഴ്സൊന്നും ഓർക്കില്ല. അവള് ചെറുതാ. നേഴ്സിനുള്ള പെൺപിള്ളേരില്ല ആയില്ലല്ലോ.
ഒരു ബന്ധത്തിലാവുള്ളൂ. അത് ഒരുമാതിരിയായി വന്നതുള്ളൂ. ആണോ? അവളല്ലേ നാൾ ഇവിടെ ആ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേ. ഇവിടെ വന്നത് കഴിഞ്ഞ ദിവസം. ആ അവള് പേരെന്നാ? അവളായിരുന്നു ഒരു മാസത്തോളം നിന്നേച്ച് പോയി. അതാരാണ്? സിജിയാണോ? സിജി. സിജി. അവളുടെ സിജി. ഇങ്ങനെ ഏതാണ്ട അപ്പാ വീട്ടിലോട്ട് പോവാ. വീട്ടിലോട്ട് പോകാന്ന്. ആ പോകാം. എന്നാ വാ. ഒരു തടസ്സം എനിക്കൊരു തടസ്സവും ഇല്ല. ആ എന്നായിട്ട് വാ. ഞാനില്ലല്ലോ. വിവാൻ അവിടെയുണ്ട്. വിവാൻ അവിടെയുണ്ട്. എവിടെയാ? വീട്ടിലുണ്ട്. ഇവിടെയുണ്ടോ? അവിടെ അവിടെ വീട്ടില്. ഉണ്ടോ? ആ വീട്ടിലോട്ട് കൊണ്ടുപോകണമല്ലോ. ആ എന്നാ വാ. അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് പോയാൽ പിന്നെ രാവിലെ ആരാ തപ്പി നടക്കണം. ആ അത് തന്നെ. പഠിക്കാൻ പോലുള്ള ആ അതേന്നെ രാവിലെ സ്കൂൾ തുറക്കും. സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇവിടെ പശു എല്ലാം ഉണ്ടല്ലേ അമ്മ നോക്കുന്നത്? ആടുണ്ട്. ആടുണ്ടോ? എല്ലാ ജീവികളും നല്ല ജോലിയും തീറ്റയും. ജോമോനും ജോമോളും കൂടെ അല്ലേ അമ്മ നോക്കുന്നത്? ജോമോനൊന്നും അങ്ങനെ കാര്യമാണ്. ഒന്നും ചെയ്യും. ഒന്നും അതിൻ്റെ കടത്തൊന്നും. അവള് പിന്നെ വല്ലതൊക്കെ ചെയ്യാൻ പണ്ടൊക്കെ അമ്മയാണ്. അവള് അമ്മയും കൂടെയാണ് പശുവിനെല്ലാം നോക്കണം അല്ലേ? അവള് ഭയങ്കര പണിയാണ്. അവള് വെറുതെ ഇതിനോട് ഇത് കൂട്ടായിരുന്നു. വെള്ളം അടിച്ച് അപ്പാ അങ്ങനെ പോവാൻ പറയത്തില്ല അമ്മ ഇവിടെ നിന്നു. അമ്മ അങ്ങനെയല്ലേ എല്ലാവരും. മക്കൾ വന്നിട്ട് ഇത് പാർട്ടിയായിട്ട് ഞാൻ ഇവിടെ വന്നു. രണ്ടാമത്തെ വരവാന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം അവിടെ വന്നു. ആ കഴിഞ്ഞ കൊല്ലം ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കാൻ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസിന്റെ പുൽക്കൂടാ. ആണോ? അതുണ്ടാക്കാനാണോ? അത് ശരി. ഉണ്ടാക്കിയില്ലല്ലേ? എല്ലാം ഉണ്ടാക്കി രൂപയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? അവിടെ ഒന്ന് ഇറങ്ങിട്ട് നോക്കും. വീട്ടിലങ്ങനെ ഇറക്കം കേട്ടില്ലല്ലോ ഇപ്പം. അവിടെ ചെല്ലുമ്പോൾ നേരം ഒന്നാവും. ഭയങ്കര ക്ഷീണം. ഇപ്പം അങ്ങ് ചെല്ലും. പൂച്ച പോകണ്ട. അതേന്നെ പൂച്ചക്കൊണ്ട് വലിയ ശല്യ. പൂച്ച ഇഷ്ടം പോലെ ഉണ്ട്. പൂച്ചകളെ കൊണ്ട് ഭയങ്കര ശല്യം. പറഞ്ഞു പോകണം. പുലി പോണ പോലെ പോണേ. വാ 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 ഇങ്ങോട്ട് വാ. കോട്ടാട്ട മക്കളെ അപ്പൊ കുറച്ച് നമ്മുടെ ഉണ്ടെന്നായിരുന്നല്ലോ. പുഴുങ്ങില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഒന്നുമില്ല. കന്നാലി ഇവിടെ ഇല്ല, അവിടെയല്ലേ ഉള്ളു. എന്നാലില്ലേ മോളെ? അവിടെ ഉണ്ടല്ലോ കന്നാലി. കൂട്ടില്ല. കൂട് അവിടെയാണല്ലേ? പോയിക്കോ. എവിടെയാണോ ഞാനൊക്കെ വിളിക്കുന്നില്ലേ? ഇവിടെ ആരാ? ഇവിടെ ആരാ ഉള്ളത്? എവിടെ? ഇവിടെ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ആരാ ഉള്ളത് നോക്കി. വേണ്ട, ഞാൻ പിണക്കാം. അവിടെ ചെന്നപ്പോഴും ഞങ്ങളും നിങ്ങളും ഒക്കെ മാറ്റി, വീട്ടൊക്കെ മാറ്റിക്കളഞ്ഞില്ല. അവിടെ ഞാൻ പിണക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? എല്ലാം മാറ്റിക്കളഞ്ഞ. ആ, എല്ലാം മാറ്റിക്കളഞ്ഞു. ആര് മാറ്റി? ഞങ്ങളും നിങ്ങളൊക്കെ ആക്കിക്കളഞ്ഞില്ല. അതോടെ എന്റെ മനസ്സിടിഞ്ഞു പോയി. നിങ്ങൾ മാറ്റിയ? അതാ നിങ്ങൾ മാറ്റിയോ? ഞാനല്ല മാറ്റിയത്, അമ്മയാ മാറ്റിയത്. ഞാനൊന്നും മാറ്റിയില്ലോ. അവിടെ കുറെ നേരം ഇരുന്നല്ല. അല്ല, ഞാനോടത്ത് കഴിഞ്ഞ അവിടെ കിടക്കുമായിരിക്കും വിചാരിച്ചു. ഇങ്ങനെ പോരുകയാണെന്നാ വിചാരിച്ചത്. ആ പറച്ചിൽ സ്റ്റൈലൊക്കെ കണ്ടപ്പോഴേ ഇങ്ങനെ പോരുന്നില്ലെന്നാ വിചാരിച്ചത്. എന്നാ അവിടെ നിക്കുവാന്നാ വിചാരിച്ചത്. ഇങ്ങനെ പോരുന്നില്ലെന്നാ വിചാരിച്ചത്. അവിടെയോ? ആ, എന്നെ അവിടെ 8 ദിവസം കിടന്നോളാമല്ലായിരുന്നോ? ആരുടെ പോയാ? അവിടെ എന്നോട് ചേച്ചി നോക്കിയല്ലായിരുന്നോ?
അവിടെ ചേച്ചി നോക്കിക്കൊള്ളുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പോന്നേ? നമുക്ക് അവിടെ കിടന്നിട്ട് കട്ടിലെ കിടന്നിട്ട് ശരിയാകുന്നില്ല. കയറി ഇറങ്ങിയിട്ട് പോയാൽ ഇനി വരവൊന്നുമില്ലല്ലോ അമ്മേ. ഏ? ഇനി വരവൊന്നുമില്ലല്ലോ എവിടെ? എങ്ങോട്ടും. പിന്നെ എവിടെ പോവാ ഇപ്പൊ? നീ വീട്ടോട്ടല്ലോ. ഏത് വീട്ടിലോട്ട്? എന്റെ വീട്ടോ. അപ്പൊ ഇപ്പം പോയിട്ട് വന്നത് പിന്നെ എവിടെയാ? ഞാനാ ഇവിടെയായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചാ? ചായയും കുടിച്ചൊക്കെ കുടിച്ചു. ഒക്കെ കുടിച്ച്. ഞാൻ പോയി കിടന്നോ? അടുത്തായിരിക്കും അല്ലേ പോനെന്ന് പറഞ്ഞോ? ഇവിടെ കിടക്കാനാണോ അവിടെ? എനിക്കറിയത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കിടന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണോ? നിങ്ങളിവിടെ കിടക്കാനുണ്ട് എത്ര നാളായി? ഞങ്ങളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വന്നിട്ട് 10-21 വർഷം ആകാറായി. അതുപോലെ ഇവിടെയാ കിടക്കണത്. എത്ര നാളായി? 21 വർഷം ആകാറായി. 20 വർഷം പൂർത്തിയായി. എത്രയാ? 20 വർഷം കഴിഞ്ഞ്. ആണോ? ആ ഇവിടെ താമസം തുടങ്ങി. ഇവിടെ താമസം തുടങ്ങിയിട്ട്. ആഹാ. ആ അപ്പൊ അമ്മ ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായതാ ആ. അല്ലേ? പിന്നെ അമ്മ ആദ്യം വന്നതല്ലേ? ഞാൻ ആദ്യം ഇവിടെ താമസം തുടങ്ങിയത്. ആ ആദ്യം ടോമിയൊക്കെ ആയിരുന്നു. ടോമിയല്ല, അമ്മയായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ ടോമി വന്നത്. മൂത്ത മകൻ. മൂത്ത മകനല്ലേ? മൂത്ത അമ്മ വന്നു കഴിഞ്ഞിട്ടല്ലേ മകൻ വന്നത്. മകന്റെ കെട്ടിയോട് നേഴ്സല്ല. ആ അതൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? അവര് കുടുംബമായിട്ട് ഇവിടെയായിരുന്നു. അവളും ജോലിക്കാരല്ല. അവള് പോർന്നല്ല. അപ്പൊ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞേ? എന്തല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്. ആ ഓർമ്മയൊക്കെ ഉണ്ട്. ചില സമയത്ത് ഓർമ്മയൊക്കെ മാറ്റി വെച്ചിരിക്കുക. ആ ജനല അടച്ചു കേട്ടു വച്ചേ. ഈ നിക്കുന്നതല്ലേ രോമൻ? ഇതോ? ആ ഇത് രോമോനാണോ? പിന്നെ അല്ലാതാരാ? അതെന്റെ കെട്ടിയനാ. എന്റെ കെട്ടിയൻ രോമനാന്നേ. രോമോനെ ഇതിലേക്ക് വിട്ടേക്കുവാണോ? ആ ഇങ്ങോട്ട് വിട്ടിരിക്കുക. അപ്പം പിന്നെ ഇവിടെ വേറെ ആരാണുങ്ങൾ? വേറെ എന്റെ മകനുണ്ട് ആണായിട്ട്. ഒരാളുള്ളോ? അതിൽ ഒരാണും ഒരു പെണ്ണും ഉണ്ട് എനിക്ക്. ഒരാളും ഒരു പെണ്ണോ? അങ്ങനെയല്ലേ? ആ അപ്പൊ കിടന്നോ? മടുത്തില്ലേ? മടുത്തോ? നീ വീട്ടിലേക്ക് പോയേക്കാക്കി വേണം. ഇതാ വീട്, ഇനി വേറെ വീടൊന്നുമില്ല. ഇതാ വീട്, വേറെ വീടൊന്നുമില്ല. അവിടെ ഇനി വേറെ വീടില്ലെന്ന്. ആര് പറഞ്ഞു? ആ വേറെ ഏതാ വീട്? മറ്റേ അവിടെ വെച്ച് മാറിപ്പോയ വീട്. അവിടെ വെച്ച് മാറിപ്പോയ വീടോ? അവിടെ ആ വീട്ടിൽ വെച്ച്. വീട്ടിൽ വെച്ച് മാറിപ്പോയ വീട് ഇതാ. ഇതൊന്നുമല്ല. ഈ വീടിന്റെ പേരെന്താ? അവിടെ ഞാറുകുളം ഉതിരക്കട്ടൻ. ഞാറുകുളം. ആ ഈ വീടാണോ അമ്മയുടെ വീട്? എന്റെ വീടൊന്നും ഇതല്ല. പിന്നെ അമ്മയുടെ വീട്ടുപേരെന്നാ? അത് ഞാറുകുളത്തിലോ ആ ഉദരക്കട്ടയിലോ. ആ അത് തന്നെയാ ഇത് കേട്ടോ. അത് തന്നെയാ ഇത്. കിടക്കാം. കിടന്നോ? അമ്മ കിടന്നോ? ഞങ്ങളൊന്നും ഇപ്പൊ കിടക്കുന്നു. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഒത്തിരി പേര് ഇട്ടുണ്ടല്ലോ. ഒത്തിരി പേരൊക്കെ ഇരിപ്പുണ്ട്. ആരൊക്കെയാന്ന് നോക്ക്. അവര് ചിരിച്ചോണ്ടായിരിക്കണം. ആ ചിരിച്ചു വേണ്ട ഫോട്ടോയിൽ നിൽക്കാൻ. 2 4 പേര്. ആരൊക്കെയത്? ഇത് കണ്ടില്ല. ആരൊക്കെയാ? ഞാനങ്ങ് അറിയാലോ. അയ്യോ അറിയാൻ മേലാതെ വരുന്നേ. അറിയാലേ? അത് ഇച്ചിരി മുമ്പേ പറഞ്ഞില്ലേ അമ്മയുടെ മകൻ ടോമി? അതേതാ? ആ ടോമി അമ്മ പറഞ്ഞില്ലേ? ടോമി ആദ്യം ഇവിടെ താമസിച്ചോണ്ടിരുന്ന അവന്റെ ഭാര്യയാണ്, നേഴ്സാണെന്നൊക്കെ പറഞ്ഞില്ലേ? എനിക്കിതൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇതൊക്കെ മറന്നു പോയോ? എല്ലാം വിട്ടുപോയി. ആ എന്നാ അതാ കേട്ടോ. അതാ ചാവറയച്ചൻ. ഇത് അമ്മയുടെ മൂത്ത മകൻ ടോമി, ഭാര്യയും മക്കളും. ഇതോ? ആ ഇത് ആണോ? ആ അത് ശരി. അവര് പോയിട്ട് എത്ര വർഷമായി? അവര് പോയിട്ട് കൊറേ വർഷമായി. ഇപ്പൊ എവിടെയാ? ഓസ്ട്രേലിയ. അവിടെയാണോ? നല്ല സാധിച്ചിരുന്നല്ലോ. ആഹാ നല്ല സ്ഥലമാന്നൊക്കെ അറിയാല്ലേ? അമ്മ പോയിട്ടുണ്ടോ ഓസ്ട്രേലിയക്ക്? രക്ഷപ്പെട്ടല്ലോ. ജീവിക്കട്ടെ. പിന്നെ ഇവിടെ കിടന്നിട്ട് എന്നാ ഉണ്ടാക്കാനാ? ഇതൊക്കെ ഇച്ചിരി കിട്ടി എന്നാ ചെയ്യാനാ? കൊച്ചുങ്ങളൊക്കെ ആയി വരുന്നു. ഇനിയിപ്പോ അവരുടെ മക്കളായിട്ട് കെട്ടിക്കാറായി. നേരം വെച്ചിട്ടാണോ പോവാൻ? എവിടെ? വീട്ടിലോട്ട്. ഇതാ വീട്. ഇനി ഏത് വീട്ടിൽ പോവാനാ? ഇനി ഏത് വീട്ടിൽ പോവാനാ? നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ വീട് ഇതാ. പിന്നെ അങ്ങ് അവിടെയുണ്ട്. അവിടെ ഒരു വീടൊന്നുമില്ല. ആര് പറഞ്ഞു? എവിടെ? അവിടെ വീടുണ്ട്. അവിടെ ഒരു വീടുമില്ല. ഈ വീടേ ഉള്ളൂ. അതിന്റെ അപ്പുറം. അതിന്റെ അപ്പുറം പിന്നെ
അതിൻ്റെ അപ്പുറം വേറെ വീടാ. ഇത്രയും ദിവസം കിടന്നോണ്ടിരുന്നു. അല്ല ഇവിടെ അത് ആ കട്ടിലേ നോക്കി അവിടെയാണോ നോക്കി ഏഹ് അവിടെ നോക്കി കട്ടിലേ നോക്കിയേ ഏത് വീടെന്ന്. ഇവിടെയൊന്നും അല്ല കിടന്ന. ഇവിടെ അല്ലേ ഇപ്പൊ വേറെ വീടുണ്ടാക്കണോ? അവിടെ കിടന്നോണ്ടിരുന്നു. വേറെ ഇവിടെ വീടുണ്ടാക്കാൻ കാശില്ലല്ലോ അമ്മേ. ഇപ്പൊ അങ്ങ് പോയപ്പോഴും എല്ലാം മറന്നുപോയോ? ഞാൻ മറന്നുപോയി. ശരി അമ്മ കട്ടില് നോക്കിയേ. പിന്നെ അമ്മ കിടക്കണ കട്ടിലാണോ നോക്കി. ഇത് എന്റെ കണ്ടിട്ടും പറ്റും. ആ അത് അമ്മയുടെ കട്ടിലും പെട്ടിയല്ലേ പിന്നെ എങ്ങനെയാ വീട് മാറിപ്പോയെ? എന്റെ കട്ടിലും തലവേണയൊക്കെ ആ തലേണാക്കിയാ. ഇരിപ്പു. ആ വിരിപ്പ്. ആ പുതിയതാട്ടാ. പെട്ടി അങ്ങ് പോകണം, കൊണ്ടുപോകണം എങ്ങോട്ട്? വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ട്? എന്റെ വീട്ടിലോട്ട്. ഇനി അമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അവർ സമ്മതിക്കുമോ? അമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അവർ സമ്മതിക്കുമോ? സമ്മതിക്കാനോ? അവർ സമ്മതിക്കില്ല. അമ്മ അങ്ങോട്ട് ചെല്ലാൻ അവര് സമ്മതിക്കുകയല്ലെന്ന്. അവർക്ക് ആർക്കും അമ്മേനെ നോക്കാൻ പറ്റിയല്ലെന്ന്. നല്ല ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിനകത്തിന് കൊണ്ടുപോണതാ. അത് നല്ലതാണോ? അത് ഇഷ്ടപ്പെട്ടാ? ആ ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടാ? പിന്നെ ആ നല്ല പുതിയതാട്ടോ. ഇതാ ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി മേടിച്ചതാ. വെള്ള. അമ്മയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ദയവായി ലൈക്ക് ചെയ്യുക.